ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് സയൻസിൽ നിങ്ങളുടെ തേർഡിലെ സയൻസിലെ പുതിയൊരു ചാപ്റ്റർ പഠിച്ചാലോ? പുതിയ ചാപ്റ്റർ ഏതാണെന്ന് അറിയാമോ? ഫോർത്ത് ചാപ്റ്റർ ദ മാറ്റർ ആണ്. നിങ്ങളുടെ ഫോർത്ത് യൂണിറ്റ് ദ മാറ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അവിടെ മൗസിയും കിറ്റിയും കൂടെ എന്തോ സംസാരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. മൗസിയോട് കിറ്റി എന്തോ പറയുകയാണ്. മൗസി, ഈസ് ഐസ്ക്രീം സോളിഡ് ഓർ ലിക്വിഡ്? ഐസ്ക്രീം സോളിഡ് ആണോ ലിക്വിഡ് ആണോ? അപ്പൊ കിറ്റി പറയാണ്, Kitty, when ice cream melts, it turns from solid to liquid. കിറ്റി, ഈ ഐസ്ക്രീം ഉണ്ടല്ലോ, അത് എപ്പോഴാണോ മെൽറ്റ് ആവുന്നത് അപ്പൊ എന്താവും? സോളിഡിൽ നിന്ന് ലിക്വിഡ് ആവും. ഇവിടെ ഏതൊക്കെയോ പുതിയ ടേംസ് ഒക്കെ പറയുന്നുണ്ടല്ലോ. എന്താണ് ഐസ്ക്രീം സോളിഡ് ആണോ ലിക്വിഡ് ആണോ? സോളിഡും ലിക്വിഡും എന്താണ് അറിയാമോ? പിന്നെ നമ്മുടെ മൗസി പറഞ്ഞ റിപ്ലൈ നോക്കൂ. മെൽറ്റ് ആവുമ്പോൾ എന്താണ് മെൽറ്റ് ആവുക എന്ന് വെച്ചാൽ, മെൽറ്റ് ആവുമ്പോൾ സോളിഡ് ലിക്വിഡായി മാറും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ അറിയണമെങ്കിൽ ഈ ചാപ്റ്റർ വൃത്തിയായി പഠിക്കണം. നമ്മൾ മുമ്പ് കുറച്ച് ഐഡിയാസ് ഒക്കെ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്, എങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ വർഷം പഠിക്കാം. We will learn here what matter is made up of. എന്തിനാലാണ് മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത്? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ? മാറ്റർ ചേഞ്ചസ് ഫ്രം to another. ഒന്നിൽ നിന്നും from one form to another. ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലോട്ട് മാറുന്നത് എങ്ങനെയാണ് എന്നൊക്കെ നോക്കാം. We see a variety of materials around us. All materials are matter is anything that has weight and occupies space. അതായത് നമ്മുടെ ചുറ്റും നമ്മൾ എന്ത് കാണുന്നുണ്ട്? ഒരുപാട് വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് കാണുന്നുണ്ട്. ആൻഡ് ഓൾ മെറ്റീരിയൽസ് ആർ മാറ്റർ. എല്ലാ മെറ്റീരിയൽസും എന്താണ്? മാറ്റർ ആണ്. മാറ്റർ ഈസ് എനിത്തിങ് ദാറ്റ് ഹാസ് വെയിറ്റ് ആൻഡ് ഓക്യുപൈസ് സ്പേസ്. എന്താണോ സ്ഥിതി ചെയ്യാൻ സ്ഥലത്തെ ഉപയോഗിക്കുന്നത് മാത്രമല്ല വെയിറ്റ് ഉള്ളത്, അതിനെയാണ് എന്ത് പറയുന്നത്? മാറ്റർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, വുഡ്, വാട്ടർ, എയർ, പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് കാണുന്ന എല്ലാം, ചെയർ, നിങ്ങൾ ഇരിക്കുന്ന ചെയർ, കയ്യിൽ പിടിച്ചിരിക്കുന്ന പെൻസിൽ, പേന, കയ്യിലുള്ള നോട്ട് പുസ്തകം, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, ബാഗ്, അമ്മ കൊണ്ടുവരുന്ന പ്ലേറ്റിലുള്ള ഭക്ഷണം, അതിലൊഴിച്ച കറി, നിങ്ങൾ കഴിക്കുന്നത് എല്ലാം എന്താണ്? മാറ്റർ ആണ്. All the things or substance around us are either solid, liquid or gas. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ സബ്സ്റ്റൻസും ഒന്നില്ലെങ്കിൽ സോളിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ലിക്വിഡ് ആയിരിക്കും, അതും അല്ലെങ്കിൽ അത് ഗ്യാസ് ആയിരിക്കും. മാറ്റർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. മാറ്ററിനെ 3 ഗ്രൂപ്പുകളാക്കി ഇങ്ങനെ തരംതിരിക്കാവുന്നതാണ്. സോളിഡ്, ദ ഫസ്റ്റ് വൺ ഈസ് സോളിഡ്. All these things are solid. We can see solid. We can touch, feel and weigh them. Most solids are hard. Solids have definite shape, weight and they occupy space. അതായത് അവിടെ തന്നിരിക്കുന്ന കുറച്ച് തിങ്സ് നോക്കൂ, സബ്സ്റ്റൻസ് നോക്കൂ. ഒന്ന് റോക്കാണ്, മറ്റൊന്ന് വന്ന് ബാറ്റ് ആണ്, ഒന്ന് നോട്ട്ബുക്ക് ആണ്, ഒന്ന് ക്യാൻഡിലാണ്. ഈ തിങ്സ് ഒക്കെ എന്താണെന്നാണ് പറയുന്നത്? സോളിഡ്സ് ആണ്. വി ക്യാൻ സീ സോളിഡ്സ്, നമുക്ക് അതിനെ കാണാൻ സാധിക്കുന്നു, സോളിഡ്സിനെ കാണാൻ സാധിക്കുന്നു. വി ക്യാൻ ടച്ച് സോളിഡ്സ്, നമുക്ക് സോളിഡ്സിനെ ടച്ച് ചെയ്യാൻ സാധിക്കുന്നു. ആൻഡ് വി ക്യാൻ ഫീൽ ആൻഡ് വെയ് ദം, നമുക്കതിനെ അനുഭവിച്ചറിയാൻ കഴിയുന്നു. ആൻഡ് എന്തിനു സാധിക്കുന്നു? വേ ചെയ്യാൻ, ഭാരം നോക്കാൻ സാധിക്കുന്നു. മോസ്റ്റ് സോളിഡ്സ് ആർ ഹാർഡ്. കൂടുതൽ സോളിഡ്സും എങ്ങനെയായിരിക്കും? ഹാർഡ് ആയിരിക്കും. സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. സോളിഡ്സിന് കൃത്യമായ ഷേപ്പ് ഉണ്ടായിരിക്കും, വെയിറ്റ് ഉണ്ടായിരിക്കും, ആൻഡ് സ്ഥിതി ചെയ്യാൻ കൃത്യമായ സ്ഥലം ആവശ്യമാണ്. അടുത്തത് ലിക്വിഡ്സ് ആണ്. അപ്പോൾ നമ്മൾ മാറ്ററിന്റെ ഒരു ഫോം പഠിച്ചു. ഫസ്റ്റ് ഫോം എന്തായാലും സോളിഡ്സ് ആണ്. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇനി നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. അവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. വാട്ടർ, മിൽക്ക്, ഓയിൽ, ടിയർ, ബ്ലഡ്. വാട്ടർ, മിൽക്ക്, ഓയിൽ, ടിയേഴ്സ് ആൻഡ് ബ്ലഡ്. ഇത്രയുമാണ് എക്സാമ്പിൾ തന്നിരിക്കുന്നത്. ഓൾ ദീസ് തിങ്സ് ആർ ലിക്വിഡ്സ്. ഇതൊക്കെ എന്താണ്? ലിക്വിഡ് ഫോമിലുള്ളതാണ്. വി ക്യാൻ സീ ആൻഡ് ടച്ച് ലിക്വിഡ്സ്, നമുക്കതിനെ കാണുവാനും തൊടുവാനും കഴിയുന്നു. വി ക്യാൻ pour ലിക്വിഡ്സ്, നമുക്കതിനെ ഒഴിക്കാൻ സാധിക്കുന്നു, ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പകരുവാൻ സാധിക്കുന്നു. ലിക്വിഡ്സ് ഹാവ് വെയിറ്റ് ആൻഡ് ഓക്യുപൈ സ്പേസ്. ലിക്വിഡ്സിന് ഭാരമുണ്ട്, മാത്രമല്ല സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമാണ്. ലിക്വിഡ്സ് ഡു നോട്ട് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. ലിക്വിഡ്സിന് കൃത്യമായ ഷേപ്പ് ഇല്ല. എവിടെയെങ്കിലും ലിക്വിഡ്സിന് കൃത്യമായ ഷേപ്പ് ഉണ്ടോ? നിങ്ങളൊരു ഗ്ലാസ്സിലെടുത്ത വെള്ളത്തിന്റെ ഷേപ്പ് എന്താണ്? ആ ഗ്ലാസിന്റെ ഷേപ്പാണ്. ആ വെള്ളം മറ്റൊരു ജഗ്ഗിലോട്ട് ഒഴിച്ചാൽ എന്താണ്? ആ ജഗ്ഗിന്റെ ഷേപ്പ് ആവും. മറ്റൊരു യൂട്രൻസിലോട്ട് ഒഴിച്ചാലോ അത് അതിന്റെ ഷേപ്പ് ആവും, അല്ലെ? അതുപോലെ തന്നെ ഓയിൽ എടുക്കുകയാണ്. എണ്ണ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുപ്പി എല്ലാവരുടെയും വീട്ടിൽ ഒരേ ഷേപ്പിലുള്ളതാണോ? അല്ല, പല ഷേപ്പിലുള്ള ഓയിൽ ബോട്ടിൽസ് ആണ് ഉണ്ടാവുക. ആ ബോട്ടിൽ നിന്ന് അതിനെ മറ്റൊരു ചട്ടിയിലോട്ട് ഒഴിച്ചാൽ എന്താവും? ആ എണ്ണ ചട്ടിയുടെ ആകൃതിക്ക് അനുസരിച്ച്, രൂപത്തിനനുസരിച്ച് മാറും, അല്ലെ? അപ്പൊ അതിനൊരു വ്യക്തമായ ഷേപ്പ് ഇല്ല. എന്തിന്? ഓയിലിനല്ല, മൊത്തത്തിൽ ലിക്വിഡ്സിന്. ഇനി ഡെഫിനിറ്റ് ഷേപ്പ്,
ടേക്ക് ദ ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ദേ ആർ ഇൻ. അവർ ഏത് കണ്ടെയ്നറിലാണോ ഉള്ളത് അതിന്റെ ഷേപ്പാണ് ഈ പറയുന്ന ലിക്വിഡ്സ് സ്വീകരിക്കുന്നത്. ഗ്യാസ്, എന്താണ് ഗ്യാസ് എന്നാണ്, അത് തേർഡ് ഫോം ആണ്. ഫസ്റ്റ് ഫോം എന്തായിരുന്നു, സോളിഡ് ആയിരുന്നു. സെക്കൻഡ് ഫോം ലിക്വിഡ്സ് ആയിരുന്നു. ആൻഡ് ദ തേർഡ് ഫോം ഓഫ് മാറ്റർ ഈസ് ഗ്യാസ്. ഓക്കെ, we cannot see gas, the air around us is made up of gases. നമുക്ക് ഗ്യാസിനെ കാണാൻ കഴിയില്ല, പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ഗ്യാസസ് എന്താണ്, ചുറ്റുമുള്ള എയർ എന്ന് പറയുന്നത് ഒരുപാട് ഗ്യാസസ് ചേർന്നതാണ്. ഗ്യാസസ് ഹാവ് നോ ഷേപ്പ്, ഗ്യാസസിന് എന്തില്ല, ഷേപ്പ് ഇല്ല, ആകൃതിയില്ല, രൂപമില്ല. ദേ ഹാവ് വെയിറ്റ് ആൻഡ് ഓക്യുപൈ സ്പേസ്, അവയ്ക്ക് ഭാരമുണ്ട്, സ്ഥിതി ചെയ്യാൻ സ്ഥലവും ആവശ്യമാണ്. Air contains many gases. എയറിൽ ഒരുപാട് ഗ്യാസ് ഉണ്ട്. Two important gases are oxygen and carbon dioxide. ഈ എയറിലുള്ള രണ്ട് ഇമ്പോർട്ടന്റ് ഗ്യാസസ് ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഓക്സിജനും ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. എന്തുകൊണ്ടാണ് അവ ഇമ്പോർട്ടന്റ് ആവുന്നത്? നമുക്ക് ശ്വസിക്കാൻ എന്താവശ്യമാണ്, ഓക്സിജൻ ആവശ്യമാണ്. അതേസമയം ചെടികൾക്ക്, മരങ്ങൾക്കൊക്കെ ശ്വസിക്കാൻ എന്താവശ്യമാണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആവശ്യമാണ്. അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഫോട്ടോസിന്തസിസ് എന്ന രീതിയിലൂടെയാണ്, അല്ലെ, പ്രോസസ്സിലൂടെയാണ്, പ്രതിഭാസത്തിലൂടെയാണ്. ആ ഫോട്ടോസിന്തസിസിന് ആരുടെ ഹെൽപ്പ് വേണം? സൺലൈറ്റിന്റെ മാത്രം മതിയോ? പോരാ. പിന്നെ ആരുടെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഹെൽപ്പ് പ്രധാനമായും വേണം. അതേസമയം അവര് ഓക്സിജൻ പുറന്തള്ളുകയും ചെയ്യുന്നു. ആ ഓക്സിജൻ ആരാണ് സ്വീകരിക്കുന്നത്? നമ്മളാണ് സ്വീകരിക്കുന്നത്. നമ്മൾ എന്താണ് പുറന്തള്ളുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പുറന്തള്ളുന്നത്. മനസ്സിലായോ? നമ്മൾ മ്യൂച്വലി പ്ലാന്റ്സും ആനിമൽസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? മ്യൂച്വൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ ലിവിങ് തിങ്സ് നീഡ് ഓക്സിജൻ ഫോർ ബ്രീത്തിങ്. എല്ലാ ലിവിങ് തിങ്സിനും ശ്വസിക്കുന്നത് ഓക്സിജൻ ആണ്. ഓക്കെ, പ്ലാന്റ്സ് യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് ടു മേക്ക് ഫുഡ് ഇൻ ദെയർ ഗ്രീൻ ലീവ്സ്. ഈ പറയുന്ന ചെടികളും രാത്രിയിൽ ഓക്സിജൻ സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പൊ പുറത്തു വിടുന്നത്. ആൻഡ് പ്ലാന്റ്സ് യൂസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഏത് സമയത്താണ് അവർ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നത്? പകൽ സമയങ്ങൾ, സൂര്യപ്രകാശമുള്ള സമയങ്ങളിലാണ് അവർ കുക്ക് ചെയ്യുന്നത്. ആ സമയത്ത് അവരെന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് അകത്തോട്ടെടുക്കും. മാറ്റർ ചേഞ്ചസ് ഫ്രം വൺ ഫോം ഇൻ ടു അനദർ ഓൺ ഹീറ്റിംഗ് ഓർ കൂളിംഗ്. ഹീറ്റ് ചെയ്യുമ്പോഴോ കൂൾ ചെയ്യുമ്പോഴോ ഒരു മാറ്റർ അതിന്റെ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരു അവസ്ഥയിലോട്ട് മാറുന്നു. ഗോൾഡ് ഓൺ ഹീറ്റിംഗ്, വളരെ അധികം വെരി ഹോട്ട് ആയിട്ടുള്ള സമയത്ത് വളരെ ഹീറ്റ് കടത്തി വിടുമ്പോൾ ഗോൾഡ് എന്തായാണ്? ബിക്കംസ് ലിക്വിഡ് ഗോൾഡ്. അത് ലിക്വിഡ് ഗോൾഡായി മാറുകയാണ്, ഗോൾഡിന്റെ ലായനിയായി മാറും. Most solids can be changed into liquids on heating. കൂടുതൽ സോളിഡ്സും ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ആയി മാറുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ, ദ വാക്സ് കാൻഡിൽ ഈസ് എ സോളിഡ്. വാക്സ് കാൻഡിൽ ഉണ്ടല്ലോ, മെഴുകുതിരി, എന്താണ്? സോളിഡ് ആണ്. When it is heated, it melts and become liquid. എപ്പോഴാണോ മെഴുകുതിരി ചൂടാവുന്നത് അപ്പോൾ അത് ഉരുകുകയും അത് ലിക്വിഡ് ഫോമിലോട്ട് മാറുകയും ചെയ്യുന്നു. Ice on heating becomes water. ഐസ് ഹീറ്റ് ചെയ്യുമ്പോൾ എന്താവുന്നു? വാട്ടർ ആയി മാറുന്നു. ഓക്കെ, സം ലിക്വിഡ്സ് ഓൺ കൂളിംഗ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു സോളിഡ്സ്. ചില ലിക്വിഡ്സ് കൂൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? സോളിഡ് ആയി മാറുന്നു. എക്സാമ്പിൾ, ലിക്വിഡ് വാക്സ് ഓൺ കൂളിംഗ് ചേഞ്ചസ് ടു സോളിഡ് വാക്സ്. ലിക്വിഡ് വാക്സ് എന്താവുകയാണ്? തണുക്കുമ്പോൾ സോളിഡ് വാക്സ് ആയി മാറുന്നു. വാട്ടർ ഓൺ കൂളിംഗ് ചേഞ്ചസ് ടു ഐസ്. വാട്ടർ കൂൾ ചെയ്യുമ്പോൾ എന്താവുകയാണ്? ഐസ് ആയി മാറുകയാണ്. സം ലിക്വിഡ്സ് ഓൺ ഹീറ്റിംഗ് ചേഞ്ചസ് ടു ഗ്യാസ്. ഇനി നോക്കുന്നത് ചില ദ്രാവകങ്ങൾ എന്ത് ചെയ്യാണ്? ലിക്വിഡ്സ് ഹീറ്റ് ചെയ്യുമ്പോൾ ഗ്യാസ് ആയി മാറുകയാണ്. എക്സാമ്പിൾ, വാട്ടർ ഓൺ ഹീറ്റിംഗ് ചേഞ്ചസ് ടു സ്റ്റീം. ചൂടാക്കുമ്പോൾ നമ്മുടെ വാട്ടർ എന്താവും? സ്റ്റീം ആവും, നീരാവിയായി പോകുന്നുണ്ടല്ലേ അടുപ്പിൽ നിന്ന്. സം ഗ്യാസസ് ഓൺ കൂളിംഗ് ചേഞ്ച് ടു ലിക്വിഡ്. ചില ഗ്യാസുകൾ കൂൾ ചെയ്യുമ്പോൾ എന്താവുന്നു? ലിക്വിഡ് ആയി മാറുന്നു. സ്റ്റീം ഓൺ കൂളിംഗ് ചേഞ്ചസ് ടു വാട്ടർ. സ്റ്റീം കൂൾ ചെയ്യുമ്പോൾ വാട്ടർ ആയിട്ട് മാറുന്നു. വാട്ടർ എക്സിസ്റ്റ് ഇൻ 3 സ്റ്റേറ്റ്സ്. വാട്ടർ എന്താവുന്നു? 3 സ്റ്റേറ്റ്സിൽ കാണപ്പെടുന്നു. ഏതൊക്കെയാണ്? ഐസ് ഈസ് സോളിഡ്, വാട്ടർ ഈസ് ലിക്വിഡ്, സ്റ്റീം ഈസ് ഗ്യാസ്. ഓക്കെ, ആൻഡ് ഇത്രയുമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ? പഠിക്കാനുള്ളൂ. ഓക്കെ, ബൈ.